അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞു. അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് മോളുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസാണ്. ഈ 4 ലക്ഷം വന്നിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പം എന്തെങ്കിലും സാങ്കേതികമായി കാണിക്കാൻ വേണ്ടി ചിക്കനേക്കോ കുടി കേട്ടാ ചിക്കനോട്ടാ ചിക്കനേക്കോ ഇതല്ലേ ഞാൻ അച്ഛനെ മോളെ പോയി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. മോളെ ഞാൻ ഹോസ്പിറ്റലിൽ കണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ മോളെ ചെല്ലാൻ പറ്റിയെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. എന്ത് വേണേ അത് നിങ്ങളുടെ വീടിന് വേണ്ടിയുള്ള സ്ഥലമാണ് ഞാൻ പറഞ്ഞത്. എന്താ നിങ്ങളുടെ ഇഷ്ടം? പിന്നെ എന്താണോ നിങ്ങളുടെ ഇഷ്ടം അതിന് ഉപയോഗിച്ചുള്ളത്. വീടിനാണ് ഞാൻ തന്നിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ അന്ന് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അന്ന് രാവിലെ പോലും ഞാൻ ചിന്തിച്ചില്ല. അങ്ങനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഞാൻ അങ്ങനെ ആ സെക്കൻഡ് ഞാൻ അപ്പം നമ്മളെ സഹായിക്കാൻ കുറച്ച് പേര് വന്ന് നമ്മളെ സഹായിച്ചു. OICC റിയാദ് കമ്മിറ്റി അതുകൊണ്ട് പ്രത്യേകമാണ്. ശരി. കുട്ടിയെ പോയി ഹോസ്പിറ്റലിൽ കണ്ടായിരുന്നു. അതുപോലെ തന്നെ പരിക്കേറ്റ മറ്റൊരു കുട്ടി അലീന, 2 പേരെയും കണ്ടായിരുന്നു. അവർ 2 പേരും എന്താ പറയുക ബെറ്റർ ആയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് അലീന കെട്ടിടത്തിൽ നിന്ന് വീണയാണ്, ബെറ്റർ ആയിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ബെറ്റർ ചികിത്സയാണ് നമ്മുടെ നവമിക്ക് ലഭിച്ചിരിക്കുന്നത്. ഞാൻ 2 പേരും കണ്ടു. നമ്മുടെ അന്നുണ്ടായ ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് അത് കഴിഞ്ഞതിന് ശേഷം അവിടെ വല്ല മാറ്റങ്ങളും വന്നിട്ടുണ്ടോ? അതേപോലെയാണോ ഇപ്പോഴത്തെ അവിടെ? ഞാൻ മനസ്സിലാക്കുന്നത് മെൻസ് ഹോസ്റ്റലിന് 2.5 കോടി രൂപ അനുവദിച്ചതാണ് ഞാൻ ഇന്ന് കേട്ടത്. അങ്ങനെ കുറച്ച് പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ മുഴുവൻ പുതിയ ഹോസ്പിറ്റലിലൊക്കെ മാറ്റി എന്നും പറയുന്നുണ്ട്. തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. കുടുംബത്തിൽ നമുക്ക് സർക്കാരിൻ്റെ സഹായം ലഭിച്ചതാണ് സന്തോഷം എന്നാണ് കുടുംബം പറയുന്നത്. നമ്മളിനിയും വിഷയമായിട്ട് മുന്നോട്ട് പോകുമോ? അതല്ല, ഇപ്പോൾ കുടുംബം നമ്മൾ ആവശ്യപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എന്തായാലും നമുക്ക് നോക്കട്ടെ. നമ്മൾ ആവശ്യപ്പെട്ട 25 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടോ? ജോലി കൊടുത്തിട്ടുണ്ടോ? ഇത് എത്ര ഗുണം പറഞ്ഞു ചെയ്തിട്ടുണ്ടോ? ചികിത്സ ചെയ്തത് സ്വാഭാവികമായിട്ടും അവരുടെ ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടി ചെയ്തു എന്നുള്ളതിൽ ഒന്നും പ്രത്യേകിച്ച് മേനി നടിക്കാനൊന്നുമില്ല.
ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ, ആവശ്യപ്പെട്ട കാര്യങ്ങൾ അടിയുറച്ച് ഞങ്ങൾ നിൽക്കുകയാണ്. കുടുംബം അത് പറഞ്ഞു എന്നുള്ളത് അവർ സാറ്റിസ്ഫാക്ടറി എന്നുള്ളത് പറഞ്ഞാൽ ശരിയാണ്. പക്ഷെ നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൂടെ ചെയ്യണം. ഇപ്പം നമ്മൾ റോഡിൽ കൂടെ നടന്നു പോവാ, വണ്ടി ഇടിച്ച് മരിച്ചു, എത്ര രൂപ കിട്ടും?